ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫാത്തിമാസ് വ്ളോഗ്. പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എനിക്ക് ഹാപ്പിയസ്റ്റ് ഡേ ആണ്. ബിക്കോസ് ഞാൻ പറയാൻ പോവാണ്, ഞാൻ ഫസ്റ്റ് ടൈം ഇന്ന് ഫ്ലൈറ്റിൽ കയറാൻ പോകണം. ബട്ട് നിങ്ങൾ ഞാൻ പറയുന്നിട്ട് നിങ്ങൾക്കൊരു കോമഡി ആയിരിക്കും. ഞാൻ പറയാൻ പോകുന്നത് കേട്ട് നിങ്ങൾക്കൊരു കോമഡി ആയിരിക്കും. ഞാൻ മുംബൈയിലേക്കാണ് ഫ്ലൈറ്റിൽ പോകുന്നത്. സാധാരണ എല്ലാവരും ട്രെയിനിൽ പോകും, ഫ്ലൈറ്റിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ പൊതുവെ ആൾക്കാരെല്ലാം ട്രെയിനിലാണ് പോകുന്നത്. ഞാൻ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഞാൻ അതുകൊണ്ടാണ് ഫ്ലൈറ്റ് ചൂസ് ചെയ്തത്. ഞാൻ ഇതുവരെ ഫ്ലൈറ്റ് കയറിയില്ല. അതുകൊണ്ട് ഫ്ലൈറ്റ് പ്ലെയിൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. ഇവിടെ ആകാശത്തൊക്കെ കാണുന്നല്ലാണ്ട് പ്ലെയിൻ മനുഷ്യൻ നേരിട്ട് കണ്ടിട്ടില്ല, ഓടുന്നുണ്ടില്ല, ഒന്നും കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്, പ്ലെയിൻ നേരിട്ട് കാണണം, അതിൽ വലതുകാലം വെച്ച് കയറണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് മുംബൈ പോകേണ്ട ഒരു ഇത് വന്നു. അപ്പം ഞാനത് ഫ്ലൈറ്റ് ചൂസ് ചെയ്തു. 4800 ആ ഒരു ഇതാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് കയറാൻ പോകണം. മുംബൈയിലേക്കാണ്. എൻ്റെ ഇക്കാക്കയുടെ സ്ഥലമാണ്. ഇക്കാക്ക എന്താ ജോബിൻ്റെ സ്ഥലമാണ്. അപ്പം ഇക്കാക്കൻ്റെ വൈഫും ഞാനുമാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇക്കാക്കനെ സർപ്രൈസ് ആക്കാൻ പോകുകയാണ്. ഇതൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇക്കാക്ക് അറിയില്ല നമ്മൾ പോകുന്നത്, നമ്മൾ സർപ്രൈസ് ആക്കാൻ പോവാണ്. ഞാനും ബാബി എന്നാണ് നമ്മൾ ഇക്കാക്കൻ്റെ വൈഫിനെ വിളിക്കാൻ ഒരു വൈറ്റാണ് പോകുന്നത്. ഞാൻ ഫുൾ എക്സൈറ്റിലാണുള്ളത്, കാരണം എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കണ്ടാൽ പോരെ. എന്നാൽ നമ്മളിപ്പം 1:30 ഫ്ലൈറ്റ് രാത്രി. ഇതിപ്പം April 29 ആണ്. April 30 രാത്രി 1:30 എന്ന് വെച്ചാൽ രാവിലെ 1:30ക്കാണ് പുറപ്പെടുന്നത്. 3:30 അവിടെ എത്തും, മുംബൈയിലേക്ക് എത്തും. ബിക്കോസ് ഫ്ലൈറ്റാണ് 1.5 hour ആണ് മുംബൈയിലേക്ക് ഫ്ലൈറ്റിലേക്ക് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകാൻ പോവാണ്. എൻ്റെ ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ ഹാപ്പി ജേർണി പറയുന്നത്. ഇപ്പം ടൈം 8 മണി ആയിട്ടുണ്ട്. 9 മണിക്ക് ഞാൻ എൻ്റെ ബാബിൻ്റെ പറക്ക് പോകാൻ ഇത്താത്തിനെ കൂട്ടി. ഇത്താത്തക്ക് നല്ല ആഗ്രഹമുണ്ട് വരാൻ. ഇത്താത്തക്ക് പക്ഷേ പഠിക്കാനെല്ലാം ഉണ്ട്. ACC ആയിരുന്നു കോഴ്സ്. അപ്പോൾ അതൊക്കെ പഠിക്കാനുള്ളതുകൊണ്ട് ഇത്താത്തക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറാൻ പോകണം. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ. കാരണം ഫ്ലൈറ്റ് തീരെ കയറാത്തവർക്ക് ഈ വീഡിയോ മനസ്സിലാവുള്ളൂ. കാരണം എത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെന്ന് എനിക്കേ മനസ്സിലാവുള്ളൂ. ഞാൻ കയറുന്നുണ്ട്. നമ്മൾ ഡ്രസ്സ് മാറ്റാൻ പോവാണ്. ഞാനൊരു ചെറിയൊരു സൺഫ്ലവറിൻ്റെ മീഷോന്ന് വാങ്ങിയൊരു ഫ്രോക്ക് ഉണ്ടായിരുന്നു, എൻ്റെ ബർത്ത്ഡേ കിട്ടത്. അപ്പം ആ ബർത്ത്ഡേ കിട്ട ഫ്രോക്കിലായിട്ടാണ് പോകുന്നത്. ഫ്ലൈറ്റ് എക്സ്പീരിയൻസിൻ്റെ വീഡിയോ വരും, പിന്നെ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ ചെറിയൊരു വ്ളോഗ് വരും, പാർട്ട് 1 പാർട്ട് 2 ആയിട്ട്. പിന്നെ ബോംബെയുടെ ഒരു ലോങ് വീഡിയോ വരും. എല്ലാവരും ഒന്ന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുക. നമുക്ക് ഗൈസ് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റി ഗൈസ്. ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു തരാം. സൺഫ്ലവറിനൊരു മറ്റേ ഡോട്ട് സൺഫ്ലവർ വരുന്നൊരു ബ്ലാക്ക് ഫ്രോക്കാണ്. ഇത് മീഷോന്നാണ് ഇട്ടത്. ചെറിയ പ്രൈസ് ഉണ്ടായിട്ടുള്ളൂ, 345 ആ ഒരു പ്രൈസ് ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി, നല്ല രസമാണ് കാണാൻ. ഞാൻ ഇതിൻ്റെ അടി പാൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതായി കഴിഞ്ഞ ബർത്ത്ഡേ കിട്ടിയാണ്. ഡിന്നർ ഞാൻ മുടിയൊന്നും വരിക്കില്ല, 10 o'clock കഴിഞ്ഞ് പോകാനായി. മുടിയൊന്നും വരിക്കില്ല, ജസ്റ്റ് ഒന്ന് ഷോൾ കുത്തിയെന്നുള്ളൂ. എനിക്ക് കുറേ പണിയുണ്ട്. ഫുഡെല്ലാം കഴിച്ചപ്പോൾ ഫുഡ് കഴിച്ചു. പിന്നെ ഒന്നും ആക്കിയിട്ടില്ല. പിന്നെ ഇപ്പം റെഡി ആവാൻ പോകുന്നത്. അപ്പം നമുക്ക് റെഡി ആവുന്നത് എടുക്കണമെന്നുണ്ട്. ബട്ട് ഈ ബാഗാണ് എടുക്കുന്നത്. പിന്നെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്, അതിനെ കാണിച്ചിടാം. എടുക്കണമെന്നുണ്ട്. ബട്ട് നമ്മൾ ഓൾറെഡി ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ എടുത്താലോ വിചാരിച്ചാണ്. അപ്പോൾ ഞാനെല്ലാം റെഡി ആയിട്ട് നമുക്ക് ലോങ് വ്ളോഗിൽ കാണാം. ഗൈസ് അങ്ങനെ ഞാൻ മേക്കപ്പ് ഇട്ട് റെഡിയായി. ഗൈസ് ഇതൊക്കെ ഒളിയും ലിപ്സ്റ്റിക്കും മാത്രം വെച്ചു. അപ്പം ഇക്കാക്കൻ്റെ വൈഫിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇക്കാക്കൻ്റെ വൈഫ് ഇപ്പോൾ കൂട്ടാൻ വരും. എന്നിട്ട് അവർ വർക്ക് പോയിട്ട് 1:30ക്കാണ് പോകുന്നത്. 3:30 അങ്ങനെ അവിടെ എത്തും. ഇതാണ് ഗൈസ്. അപ്പോൾ ഞാൻ പോകാൻ പോവാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം മയേനു കേട്ടോ ഗൈസ്, ഫുള്ള് മയേനു. അപ്പോൾ ഞാൻ പാക്കൊക്കെ ചെയ്ത് വെച്ചു. 2 ബാഗ് എടുക്കുന്നത്, പിന്നെ ഒന്ന് ഹാൻഡ് ബാഗാണ്. ഹാൻഡ് ബാഗിൽ ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ സാംസങ് ആണ്. ബാക്കി വ്ളോഗെല്ലാം ഞാൻ ബാബിൻ്റെ ഫോണിലേക്ക് കൊടുക്കാൻ. ഇപ്പോൾ ഫോണ്, കണ്ണട, ലിപ്സ്റ്റിക്ക്, പിന്നെന്താ വെച്ചാൽ പിന്നെ വെച്ചില്ല. പിന്നെ എനിക്ക് സക്കാത്തിട്ടതിൻ്റെ കുറച്ച് ക്യാഷ് എടുത്തേക്കും ആവശ്യം വരുമല്ലോ ആ ഒരു ടൈമിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകാൻ പാട്. അപ്പം ഇനി ഫ്ലൈറ്റിൽ നിന്ന് കാണാം, അല്ലെങ്കിൽ ബാബിൻ്റെ ഹൗസിൽ പോയാലും അന്നേരം കാണാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ നല്ല എക്സൈറ്റ്മെൻറ്റ്. കൂടിയാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഗൈസ്. എക്സൈറ്റഡാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം മാതിരി സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ നല്ല ബട്ടർഫ്ലൈസ് ഓടുന്നു. അപ്പോൾ ഫ്ലൈറ്റ് കയറി. ഗായ്സ് അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. കണ്ണൂരായിരുന്നു എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ബാബിൻ്റെ ഫാമിലി ആയിട്ട് പുറപ്പെട്ടു ഗൈസ്. അപ്പം നമ്മളിപ്പോൾ നേരത്തെ പുറപ്പെട്ടായിരുന്നു. അപ്പോൾ കണ്ണൂരാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു. എൻ്റെ ആകെയുള്ളൊരു വിഷമം എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററിനെ കൂട്ടാൻ പറ്റിയിട്ടില്ല. ആ ഒരു വിഷമം ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല. അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ പുറപ്പെട്ടു. എൻ്റെ മുഖത്ത് കാണും നിങ്ങൾ എക്സൈറ്റ്മെൻറ്റൊക്കെ, നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ ആരെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഫസ്റ്റ് ഫ്ലൈറ്റ് അതന്നെ. അങ്ങനെ ഞാൻ ബൈ പറഞ്ഞു, ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞു പോയി. ടാറ്റ.
അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ ഇപ്പം മറ്റേ സൂട്ട് കേസ് ഒക്കെ കൊടുക്കാൻ വെച്ചിട്ടാണ് ടിക്കറ്റൊക്കെ കിട്ടാണ്ട്. ഞാൻ ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റിലാണ് കേസ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക്. അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മുടെ സൂട്ട് കേസ് കയറ്റാൻ പോവാണ്. എൻ്റെ ഇതൊക്കെ ഫുള്ള് ഡ്രസ്സാണ്. ഞാൻ ആകെ ഒരാഴ്ചത്തേക്കാണ് പോകുന്നത്. എന്നാലും ഡ്രസ്സ് കുറേ ഉണ്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ ഉമ്മാൻ്റെ കുറേ കഥകളാണ്. ഡ്രസ്സ് എടുക്കലൊക്കെ ഉമ്മയാണ് ഇതാക്കൽ. അതുകൊണ്ട് ബാബിൻ്റെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിൽ കയറാൻ പോയി. അതിന് എക്സ്കലേറ്ററിലൂടെ കയറി അവിടെ എത്തി. അങ്ങനെയെല്ലാം ഫ്ലൈറ്റ് കയറാൻ ഫ്ലൈറ്റിനും ടൈം എടുത്തു. ഇതായിരുന്നു എൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ കാക്കൻ്റെ ഫ്രണ്ട്സും ഓരോ വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു. ഊരായിരുന്നു നമ്മളുണ്ടായത്. പിന്നെ ഇവളും എൻ്റെ അടുത്തേക്ക് ഒരു കുട്ടിയും കൂടി ഉണ്ട്. ഇവളും ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. എന്നെ പോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഇവളതും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫ്ലൈറ്റിൻ്റെ ടൈം ആയിക്കില്ലേനും അതാണ് ഫ്ലൈറ്റിൻ്റെ ടൈമായ നമ്മൾ പോകും. ഫ്ലൈറ്റിൻ്റെ ടൈം ആയപ്പോൾ എല്ലാവരും ഒരു ഓട്ടായിരുന്നു. നമ്മളെ പ്ലെയിന് വിളിച്ചപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഞാൻ പ്ലെയിന് നേരിട്ട് കണ്ട ടൈമാണിത്. ഇൻഡിഗോൻ്റെ പ്ലെയിൻ ആയിരുന്നു നേരിട്ട് വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പ്ലെയിൻ നേരിട്ട് കാണുന്നത്. ഇത്രയും സീറ്റ് ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിന്നത്. ഒരു എക്സൈറ്റ്മെൻറ്റിൽ. അപ്പോൾ പ്ലെയിനിൽ കയറാൻ വന്ന എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ ബിസ്മീൻ ചൊല്ലി ഇനിയും കയറാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെയും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ. എൻ്റെ സീറ്റൊക്കെ ഇതാക്കുമ്പോൾ ചിരി അടക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. നല്ലോണം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫ്ലൈറ്റ് ആദ്യമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നമ്മളപ്പുറത്തായിരുന്നു ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് വായിക്കില്ല. വിൻഡോ സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എല്ലാ കാഴ്ചയും കാണുന്നുണ്ടായിരുന്നു. രാത്രി ആണെങ്കിലും ആ ലൈറ്റൊക്കെ കാണണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ലാൻഡൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല എന്താ പറയാനെന്ന് എനിക്ക് തിരിയുന്നില്ല. അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മളിത് പ്ലെയിനിൽ പോകാൻ കുറച്ച് നേരം. അപ്പം നമ്മൾ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ വിൻഡോ സീറ്റ് കാണിച്ചു തന്നു. നമ്മളിപ്പോൾ പോവാണ് ഗായ്സ്. ഇത് വിടാനായിട്ടുണ്ടായിരുന്നു. കുറേ നേരം പ്ലെയിൻ ഇങ്ങനെ റോട്ടുമിലോട്ട് ഇങ്ങനെ പോയിട്ടോ. അങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഞാൻ വിചാരിച്ചു ഇതൊന്ന് പറക്കത്ത് അങ്ങനെ കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്യാബിൻ ക്രൂ മറ്റിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കാണാൻ വെച്ചില്ല. അത് വീഡിയോ എടുക്കരുതെന്ന് അവർ പറഞ്ഞായിരുന്നു. പിന്നെ ലൈറ്റ് ഓഫ് ആക്കി. രാത്രിയായതുകൊണ്ട് പ്ലെയിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഓഫ് ആക്കിയതാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നോക്ക് ഗായ്സ്, ഇത് നീങ്ങാൻ തുടങ്ങിയപ്പോൾ മിന്നലൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു മിന്നലടിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അതും ഞാൻ എടുത്ത് വെച്ചായിരുന്നു. മിന്നൽ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ അല്ലേ ഓർമ്മിച്ചത് പ്ലെയിൻ്റെ ഗ്ലാസ് ആണെന്ന് പിന്നെ ഓർമ്മ വന്നത്. അപ്പം നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നത്. ഓടുമ്പോൾ നല്ല രീതി ഉണ്ടായിരുന്നു. പിന്നെ ഒരു മിന്നലടിക്കുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഗായ്സ് ഫ്ലൈറ്റ് നീങ്ങുന്നുണ്ടായിരുന്നു. അത് ലാൻഡാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കില്ല. പിന്നെ ഞാൻ ഉറങ്ങി എണീച്ചു. അപ്പോഴത്തേക്ക് ലാൻഡിൻ്റെ ടൈമായെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഉറങ്ങി എണീച്ചു. ലാൻഡിൻ്റെ ടൈമായെന്ന് പറഞ്ഞാൽ ലാൻഡിൻ്റെ ആ ഒരു ടൈം എനിക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അധികം ഉറങ്ങിയിട്ടില്ല. ഒരു അരമണിക്കൂർ അങ്ങനെ ഉറങ്ങി. പ്ലെയിൻ എടുത്തു. പിന്നെ ലാൻഡിൻ്റെ ടൈമിനുണ്ടായ വ്യൂ എന്ന് പറയുന്നത് എനിക്ക് പറയാൻ പറ്റാത്ത വ്യൂ ആയിരുന്നു. കാരണം അടിപൊളി സീനി വ്യൂ ആയിരുന്നു. കാരണം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു. അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് എനിക്ക് പറയാൻ പറ്റാത്തത്ര വ്യൂ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ലൈറ്റ് രാത്രിത്തെ വ്യൂ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. രാവിലത്തെ ഇതിൽ വലുതായിരിക്കും ഞാൻ ചിന്തിച്ചതെല്ലാം അങ്ങനത്തെ ആയിരുന്നു. അടിപൊളി വ്യൂ എന്നെല്ലാം പറഞ്ഞാൽ നല്ല സത്യമായിട്ട് പറയുന്നത് നല്ല വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് ലാൻഡ് ചെയ്ത് വന്നു. പിന്നെ പെട്ടെന്നൊരു ഫാസ്റ്റ് വന്നു. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ബോംബെ എയർപോർട്ടിലെത്തി. ഇവിടെ മറ്റേ സൂട്ട് കേസ് നമ്മൾ തരൂലേ, സൂട്ട് കേസ് തരുന്ന ആ ഒരു പ്ലേസിലെത്തിയായിരുന്നു. അവിടെ നമ്മൾ ആരൊക്കെ വന്നതെന്നാണ് ഇക്കാക്കൻ്റെ 2 ഫ്രണ്ടും ഒരു ഫ്രണ്ടിൻ്റെ വൈഫും പിന്നെ ആയിരുന്നു ഒരു ഫ്രണ്ടിൻ്റെ വൈഫും പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തി എന്നെ പോലെ ഫസ്റ്റ് ഫ്ലൈറ്റ് അയച്ചു. പിന്നെ എൻ്റെ ഭാബിയും ഒരായിരുന്നു ഉണ്ടായത്. പിന്നെ നമ്മളങ്ങനെ നടന്നു ടാക്സി കയറാൻ പോകുമായിരുന്നു. ബോംബെത്തെ എയർപോർട്ടിൽ നിന്ന് ടാക്സിയാണ് കയറാൻ. ടാക്സി കയറിയിട്ടാണ് നമ്മൾ അവിടത്തേക്ക് എത്താൻ. എന്തായാലും ഒരു അരമണിക്കൂർ അങ്ങനെയല്ല പിടിക്കും. കാരണം ഭയങ്കര തിരക്കുള്ള ഒരു പ്ലേസാണ് ബോംബെ എന്ന് പറയുന്നത്. അങ്ങനെ ഫൈനലി എൻ്റെ സൂട്ട് കേസ് കിട്ടിയിട്ടോ ഗൈസ്. ബാക്കിയാരും കിട്ടിയില്ല. ഫസ്റ്റ് എൻ്റെ ആയിരുന്നു കിട്ടിയത്. അത്രയേ ഉള്ളൂ. നമ്മൾ മുംബൈയിലാണുള്ളത് ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ഇട്ടു. കാരണം എനിക്ക് മുംബൈ ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ മുംബൈ എത്തി അങ്ങനത്തെ ഒരു ഫീൽ എനിക്കില്ല. ബിക്കോസ് ഞാൻ മുംബൈ എത്തി ഗൈസ്. അങ്ങനത്തെ ഒരു ഫീൽ എനിക്കില്ല. കാരണം അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ നിങ്ങൾക്ക് മുഖം കണ്ടാൽ തരും. അങ്ങനെ ഞാൻ ഇങ്ങനെ മുംബൈ മിനിറ്റിന് പറഞ്ഞത് ഗൈസ്. നമ്മൾ ടാക്സി സ്പോട്ടിലെത്തി. ടാക്സിയൊക്കെ പിടിക്കാൻ പോയി. വൈറ്റ് ടാക്സി ഒരു ഫുള്ള് ടാക്സി നമുക്ക് നെറ്റ് പോയി ഗൈസ്. ഭയങ്കര ടാക്സി ഒക്കെ ആയിരുന്നു. നമ്മൾ ടാക്സി കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ സർപ്രൈസ് ആക്കാനാണ് എനിക്ക് തോന്നുന്നത് തന്നെ. കാക്ക സർപ്രൈസ് ആയിരുന്നു. സീനി കോമഡി എന്നൊക്കെ പറയാനോ ഒരു വോയിസ് ഓവർ ഉണ്ട്. ഇക്കാക്കിൻ്റെ സർപ്രൈസ് ആയിരുന്നു ഇത്. ഫസ്റ്റ് ഞാൻ ജാനത്തെ അസ്സലാമലൈക്കും പറഞ്ഞു. ഞാൻ പിന്നെ വന്നപ്പോൾ ഇക്കാക്ക് ഒരു തരിപ്പിലാണ്. ബിക്കോസ് ഉറങ്ങി എണീച്ചിട്ട് ആ ഒരു തരിപ്പുണ്ട്. എല്ലാം ഉള്ളൊരു തരിപ്പിലായിട്ട് ഫുൾ എന്തോ പോലൊക്കെ ആയിരുന്നുണ്ടായത്. ഞാനൊക്കെ ചിരിച്ച് അപ്പോൾ നമ്മളിപ്പോൾ എണീച്ചപാടാണ്. 11:20 ഫ്രഷ് ചെയ്ത് ചെറുതായിട്ട് ഫ്രൂട്ട്സ് TV കാണാനാണ്. അപ്പോൾ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ രാവിലെ പറഞ്ഞാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് മേലെ കയറി ഹാപ്പി. എൻ്റെ മുഖം കാണാൻ പിന്നെ വീട് കാണുന്നത് പകുതി ഒക്കത്തിലാണ്. ബിക്കോസ് രാത്രി 1:30 പകുതി ഒക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തില്ല. ഞാൻ പകുതി ഒക്കത്തിലായതുകൊണ്ട് എൻ്റെ മുഖം എന്ത് ചുളിഞ്ഞ് ഉണങ്ങി പോയി. അപ്പോൾ എടുക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത് പോയി പറഞ്ഞായിരുന്നു വീട് കുറച്ചെടുക്കുന്നത് പിന്നെ ക്യാബിൻ റൂമിൽ നിർത്താൻ പാടില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ആക്കില്ല. പിന്നെ ഞാൻ ടേക്ക് ഓഫ് ചെയ്യുന്നു ലാൻഡിങ്ങും രസമായിരുന്നു. ഈ പ്ലെയിൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വയറിനൊക്കെ എന്ത് ഇതായി ഇങ്ങനെയൊക്കെ പോകില്ലേ. അപ്പോൾ ശരിക്കും വളരെ നല്ല വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എടുങ്ങാൻ വിളിച്ചു പറയുന്നവരും എനിക്ക് ചെറുതായിട്ട് ചെയ്ത് നടക്കും. പിന്നെ പ്രത്യേകിച്ച് വരുന്നത് ഉണ്ടാക്കില്ല. പിന്നെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ പ്രശ്നമില്ല. ഇതാണ് ഫ്ലാറ്റിൻ്റെ മുമ്പത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇതിന് മലിൻ്റെ മുകളിലുള്ളതൊക്കെ പൂർ പീപ്പിൾസ് ആണ്. ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് മുംബൈയിൽ റിച്ച് പീപ്പിളും പൂർ പീപ്പിളും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് മുംബൈ. ഇതിൽ പറയുന്നത് കളിക്കുന്നുണ്ട്. ഒരു അടിപൊളിയാണ്. അങ്ങനെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. അടിപൊളിയായിരുന്നു. ലാൻഡ് ചെയ്തു വന്നു.
ഫുഡ് കഴിച്ചപ്പോൾ അതായിരുന്നു കുറച്ച് ബ്രേക്ക് എടുത്തത്. ഫുഡ് കഴിച്ചു. എന്തായിരുന്നു ഫുഡ്? മട്ടൻ ഫ്രൈ, ബീഫ് ഫ്രൈ, മുട്ട ചെറുക്ക, ബിരിയാണി ഉണ്ടായിരുന്നു. അതിൻ്റെ മസാല ഒക്കെ കൊട്ടി തന്നു. ഞാൻ അധികം ഫുഡ് കഴിച്ചു. പുറത്ത് പോകാൻ പോകണം. അപ്പോൾ ഞാൻ പുറത്ത് പോകാൻ പോവാണ് ഗൈസ്. ഡ്രസ്സെല്ലാം മാച്ച് സൗണ്ട് ഓർക്കുന്നത് ഞാൻ പുറത്താണുള്ളത്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാം ചെയ്യുക. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തെത്തിക്കുക. ഓക്കെ ഓക്കെ ബൈ ഗൈസ്. അടുത്ത വീഡിയോ പാർട്ട് 2 കേരള ടു മുംബൈ ഫുൾ കറങ്ങുന്നതിൻ്റെ പാർട്ട് 2 നമുക്കൊരു സംഭവം കാണിച്ചു ഗൈസ്. ഈ ഒരു പ്ലേസ് മൊത്തം പാവപ്പെട്ട ആൾക്കാരെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഗരീബുള്ള ആൾക്കാർ, ഗരീബ്. ഇവിടെ മൊത്തം ഹിന്ദിയല്ലേ, ഹിന്ദിക്കാരാണ്. ഇങ്ങനെയാണ് വരുന്നത്. അതൊരു മാളാന്നൊക്കെ പറയുന്നത്. എല്ലാം കറങ്ങണം. ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ ബൈ ഗൈസ്. അസ്സലാമു അലൈക്കും.